നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കേരളം മുഴുവൻ നടക്കുമോ? വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് പ്രചരണത്തിൻ്റെ ഭാഗമായി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കേരളത്തിലെ 14 ജില്ലകളിലും നടക്കുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒരുമിച്ച് നടത്തുന്ന പദയാത്രയുണ്ടായിരിക്കുമെന്നുള്ള സൂചനയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം നൽകുന്നത്. അത് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തോട് അനുബന്ധിച്ചായിരിക്കുകയും ചെയ്യും. ആദ്യം 14 ജില്ലകളിലെയും റോഡ് ഷോ, അതിൽ രാഹുലും പ്രിയങ്കയും പങ്കെടുക്കട്ടെ എന്നാണ് ആദ്യം വച്ചിരുന്ന അല്ലെങ്കിൽ ആദ്യം ഷെഡ്യൂൾ ചെയ്തിരുന്ന പരിപാടി. എന്നാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഏതായാലും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നടക്കുമെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ അതിൻ്റെ പകുതി ദൂരം അല്ലെങ്കിൽ പ്രത്യേകിച്ച് മലബാർ മേഖലയിലെങ്കിലും പ്രിയങ്ക ഗാന്ധിയും കൂടെ ഉണ്ടാകും. അങ്ങനെ രാഹുലും പ്രിയങ്കയും നടന്ന് കോൺഗ്രസിനെ കേരളത്തിൽ വിജയിപ്പിക്കാൻ കഴിയുമോ എന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് നോക്കുന്നത്. ഏതാണ്ട് ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം അവസാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ അവസാനത്തെ 10-15 ദിവസമായിരിക്കും രാഹുൽ ഗാന്ധി കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നടക്കാൻ പോകുന്നതെന്നാണ് ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുൽ ഗാന്ധി ഇറങ്ങി നടന്നാൽ മാത്രമേ, അല്ലെങ്കിൽ രാഹുൽ വ്യക്തിപരമായി ജനങ്ങളുമായി ബന്ധപ്പെടുകയും അവരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്താൽ മാത്രമേ കേരളത്തിൽ കോൺഗ്രസ്സിന് ഒരു തിരിച്ചുവരവ് ഉണ്ടാകൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. രാഹുൽ ഗാന്ധിയെ ഇറക്കിയിട്ടായാലും പ്രിയങ്കയെ ഇറക്കിയിട്ടായാലും അടുത്ത തവണ ഭരണം പിടിച്ച് മതിയാവും. കാരണം പിണറായി വിജയൻ കൃത്യമായ സോഷ്യൽ എഞ്ചിനീയറിങ്ങിലൂടെ എല്ലാ സാമുദായിക വിഭാഗങ്ങളെയും CPM-നൊപ്പം അണിനിരത്തിയിരിക്കുകയാണ്. മുസ്ലിം ജനവിഭാഗം ഒഴിച്ച് ബാക്കി എല്ലാവരും ഏറെക്കുറെ പിണറായിയോട് സൗഹൃദ മനോഭാവം കാണിക്കുന്ന അവസ്ഥയിലെത്തി. ഇപ്പോൾ പള്ളുരുത്തിയിലെ ഹിജാബ് വിഭാഗത്തോടെ മുസ്ലിങ്ങളിലെ ഒരു വിഭാഗവും CPM-ന് അനുകൂലമായി കഴിഞ്ഞു. അതോടുകൂടി സോഷ്യൽ എഞ്ചിനീയറിംഗ് തങ്ങൾക്ക് എതിരാണെന്ന് കോൺഗ്രസ് ശക്തമായി മനസ്സിലാക്കിയതോടെ ഇനി അതിനെ മറികടക്കാൻ, പിണറായിയുടെ സോഷ്യൽ എഞ്ചിനീയറിങ്ങിനെ മറികടക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുകയുള്ളൂ എന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും രാഹുൽ ഗാന്ധിയെ ഇറക്കിക്കൊണ്ട് 14 ജില്ലകളിലും രാഹുൽ ഗാന്ധിയെ നടത്തിക്കൊണ്ട് 14 ജില്ലകളിലും രാഹുൽ ഗാന്ധിയെ കൊണ്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്യിച്ചുകൊണ്ട് ഇടപഴകിക്കൊണ്ട് ഒരു പുതിയ മറുതന്ത്രമാണ് ഇപ്പോൾ ആവിഷ്കരിക്കാൻ കോൺഗ്രസ് ഇപ്പോൾ ശ്രമിക്കുന്നത്. കാരണം രാഹുൽ ഗാന്ധി ഇറങ്ങിയാൽ പിന്നെ മറ്റ് സാമൂഹ്യ സമവാക്യങ്ങൾ, സോഷ്യൽ എഞ്ചിനീയറിംഗ്, സാമുദായിക സമവാക്യങ്ങൾ അപ്രസക്തമാകുമെന്നുള്ള വിശ്വാസമാണ് ഇപ്പോഴും കോൺഗ്രസിനുള്ളത്. രാഹുൽ ഗാന്ധി ഇറങ്ങിയടന്ന് വിവിധ മതമേലധ്യക്ഷന്മാരെയും സമുദായ നേതാക്കളെയും നേരിട്ട് കാണുകയും സന്ദർശിക്കുകയും ചെയ്താൽ ഇപ്പോൾ അവർക്ക് പിണറായി വിജയനോടുള്ള അടുപ്പവും അനുഭാവവും ഇല്ലാതായി തീരുമെന്നും രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം അത്തരത്തിൽ പിണറായി മുന്നോട്ട് വച്ച അല്ലെങ്കിൽ പിണറായി രൂപപ്പെടുത്തിയെടുത്ത വരുന്ന തെരഞ്ഞെടുപ്പിൽ UDF-നെയും കോൺഗ്രസിനെയും അക്ഷരാർത്ഥത്തിൽ ഇല്ലാതാക്കാൻ വേണ്ടി പിണറായി രൂപപ്പെടുത്തിയെടുത്ത സോഷ്യൽ എഞ്ചിനീയറിങ്ങിനെ കൃത്യമായി തടഞ്ഞു നിർത്താൻ ഇത്തരം നീക്കങ്ങൾ കൊണ്ട് കഴിയുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം ഉറച്ചു വിശ്വസിക്കുന്നത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി 14 ജില്ലകളിലും നടക്കുക മാത്രമല്ല, പ്രമുഖരായ ഓരോരുത്തരെയും, സാമുദായിക നേതാക്കളെ, മറ്റ് മത നേതാക്കളെ, ബിസിനസ് ടൈക്കൂണുകളെ അല്ലെങ്കിൽ ബിസിനസ് ആയി മുന്നോട്ട് പോകുന്ന ആളുകളെ, വലിയ വ്യവസായികളെ, വ്യാപാരികളെ, ഇവരെല്ലാവരെയും രാഹുൽ ഗാന്ധി നേരിട്ട് കാണുകയും UDF സർക്കാർ വരേണ്ട ആവശ്യകതയെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൽ നമുക്കറിയാൻ കഴിയുന്നത്. ഏതായാലും ഒന്നും പറ്റിയില്ലെങ്കിൽ, ഒന്നും ഫലിച്ചില്ലെങ്കിൽ കാളൻ നെല്ലായി എന്ന പഴയ ഒരു പഴഞ്ചൊല്ലിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ഒന്നും നടന്നില്ലെങ്കിൽ അവസാനം രാഹുൽ ഗാന്ധിയെ ഇറക്കിയെങ്കിലും തങ്ങൾ ഭരണം പിടിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. പിണറായി വിജയൻ്റെ സർവ്വസന്നാഹങ്ങളെയും തടയാൻ, സോഷ്യൽ എഞ്ചിനീയറിംഗ് അടക്കമുള്ള പിണറായിയുടെ സർവ്വസന്നാഹങ്ങളെയും തടയാൻ തങ്ങൾക്കൊരു മരുന്നുണ്ട്. അതാണ് രാഹുലും പ്രിയങ്കയും എന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ഏതായാലും 14 ജില്ലകളിലും നടന്ന് കോൺഗ്രസിനെ വിജയിപ്പിക്കുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം വിശ്വസിക്കുന്നത്.